ഹലോ ഏണസക്കാരുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗ്രൗണ്ട് വാട്ടറിലേക്കുള്ള അസിസ്റ്റന്റ് എഞ്ചിനീയർ തസ്തികയുടെ വിജ്ഞാപനം വന്നിട്ടുണ്ട്. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് മന്ത് 15-നാണ്. 3 ഡിപ്പാർട്ട്മെന്റിലേക്ക് ഡിഗ്രി പൂർത്തിയാക്കിയവർക്കാണ് അവസരം. മെക്കാനിക്കൽ, മൈനിങ്, അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റുകളിൽ ഡിഗ്രി പൂർത്തിയായവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇതിൻ്റെ സ്കെയിൽ ഓഫ് പേ വളരെ അട്രാക്റ്റീവാണ്. 55,000 ടു നിയർലി 1,15,000 ആണ്. ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വേക്കൻസി 1 ഇപ്പോൾ ഈ ഒരു റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വേക്കൻസി കണ്ടിട്ട് ആരും നിരാശപ്പെടേണ്ടതില്ല. ലാസ്റ്റ് ടൈം നോട്ടിഫിക്കേഷൻ വന്നപ്പോഴും അറൗണ്ട് 1 or 2 വേക്കൻസീസ് ആണ് ഇതേപോലെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അഡ്വൈസ് വന്നപ്പോൾ കൂടുതൽ ആളുകൾക്ക് അഡ്വൈസ് ലഭിക്കുകയുണ്ടായി. അപ്പോൾ നമുക്ക് ലാസ്റ്റ് തവണ ഇതിൻ്റെ അഡ്വൈസ് ഡീറ്റെയിൽസും കട്ട് ഓഫ് മാർക്കും എല്ലാം ഒന്ന് നോക്കാം. എക്സാം നോട്ടിഫൈ ചെയ്തിരുന്നത് 2016 കാറ്റഗറി നമ്പർ 215/2016. ഇതിൻ്റെ ലിസ്റ്റ് വന്നത് 30th January 2019 എക്സാം കുറച്ച് ടഫായിരുന്നു. അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് മാർക്ക് 47.33 ആയിരുന്നു. മാക്സിമം മാർക്ക് വന്നിരുന്നത് 63.33 ആയിരുന്നു. ഇപ്പോൾ ഇതുവരെ 12 പേർക്ക് അഡ്വൈസ് ലഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ കാൻഡിഡേറ്റ്സ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നത് 34ഓളം ആളുകളെയായിരുന്നു. അപ്പോൾ ഇതേപോലൊരു പോസ്റ്റ് ലാസ്റ്റ് തവണ വിളിച്ചപ്പോഴും കുറേ അധികം ആപ്ലിക്കൻസ് ഇതിന് അപ്ലൈ ചെയ്യുകയോ തയ്യാറെടുക്കുകയൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ നല്ലൊരു അവസരമായിരുന്നു. കാരണം 12 പേർക്ക് ഇതിനോടകം ലാസ്റ്റ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ നടത്തിയ എക്സാമിൽ നിന്നും അഡ്വൈസ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ എക്സാം നല്ലൊരു അവസരമായിട്ട് കാണുക. ഇപ്പോൾ നമുക്കറിയാം കുറേ അധികം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എക്സാമുകൾ കഴിഞ്ഞിട്ടുണ്ട്. റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ, പോളിടെക്നിക് ഇലക്ട്രോ മെക്കാനിക്കൽ, അസിസ്റ്റൻറ്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ, അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ വാട്ടർ അതോറിറ്റി, ഇതേപോലെ കുറേ അധികം എക്സാമുകൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് വരുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള ഒരു അവസരമാണ് ഗ്രൗണ്ട് വാട്ടറിലേക്കുള്ള അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ. ഇതേപോലെ തന്നെ യൂണിവേഴ്സിറ്റീസിലേക്കുള്ള അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ നോട്ടിഫിക്കേഷൻ ഒരു 2 മാസങ്ങൾക്ക് മുമ്പാണ് വന്നത്. ഇപ്പോൾ ഈ ഒരു എക്സാമുകളൊക്കെ അധികം ഡിലേ ഇല്ലാതെ നെക്സ്റ്റ് ഇയർ 2025 ഒരു ജൂൺ, ജൂലൈ, ആഗസ്റ്റിലേക്കൊക്കെ നമുക്ക് ഇതിൻ്റെ എക്സാമുകളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ഈ അവസരങ്ങൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഈ 2 അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ എക്സാമുകൾക്കും ഒരേ രീതിയിൽ നിങ്ങൾ തയ്യാറെടുക്കുക. 2 എക്സാമും നന്നായിട്ട് എഴുതുക. ഇപ്പോഴത്തെ PSCയുടെ ഒരു പാറ്റേൺ എന്ന് പറയുമ്പോൾ ഒരു ലിസ്റ്റ് പബ്ലിഷ് ചെയ്തതിന് ശേഷം ആ ലിസ്റ്റ് നിലനിൽക്കെ തന്നെ ഒരു 1.5-2 വർഷം ആകുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് പുതിയ എക്സാമുകളുടെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ PSC വളരെ സ്ട്രക്ചേർഡും വളരെ ഫാസ്റ്റായിട്ടാണ് ഇപ്പോൾ മൂവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ എക്സാം എഴുതി കഴിയുമ്പോഴത്തേക്ക് തുടക്കക്കാരൊക്കെ കുറേ അധികം ഉദ്യോഗാർത്ഥികൾ നമ്മളോടൊപ്പം ചേർന്ന് പഠിച്ചവരും സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്തവരൊക്കെ ഞാൻ ഈ പറഞ്ഞ കുറേ കഴിഞ്ഞ എക്സാമുകളുടെയൊക്കെ ലിസ്റ്റൊക്കെ ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ അവർക്ക് ജോലി ലഭിച്ച അവരൊക്കെ കയറിയിട്ടുണ്ടാവും. അപ്പോൾ ആ എക്സാമുകൾക്കൊക്കെ തയ്യാറെടുത്തിട്ട് മുന്നിലെത്താൻ പറ്റാത്തവരുണ്ട്. ബട്ട് റീസെൻ്റായിട്ട് 2022, 2023, 2024 പാസ് ഔട്ട് ആകുന്ന സ്റ്റുഡൻസിന് ഇതൊക്കെ നല്ലൊരു അവസരമായിരിക്കും. ഈ എക്സാം നിങ്ങൾ എഴുതി കഴിയുമ്പോഴത്തേക്ക് മാസ് വേക്കൻസീസ് ഉള്ള AMVA, പോളിടെക്നിക് ലെക്ചർ, അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ വാട്ടർ അതോറിറ്റിയുടെയൊക്കെ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വീണ്ടും നിങ്ങൾക്ക് ലഭ്യമാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്ലാനിൽ പഠിച്ചു പോകുമ്പോഴത്തേക്ക് ഐദർ നിങ്ങൾ ഈ ഒരു എക്സാമിൽ തന്നെ പ്ലേസ് ആവുമോ അല്ലെങ്കിൽ കുറച്ചുകൂടെ നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്ത് നിങ്ങൾക്ക് നെക്സ്റ്റ് എക്സാംസുകളിലൊക്കെ തയ്യാറെടുക്കാൻ ഒരു വലിയൊരു അവസരമായിരിക്കും. ഇപ്പോൾ തുടക്കക്കാർക്ക് അല്ലെങ്കിൽ കുറേ അധികം എക്സാംസ് സ്വന്തമായിട്ട് ട്രൈ ചെയ്തിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റാത്തവർക്ക് വേണ്ടി നമ്മൾ ഈ ഒരു എക്സാമിനെ ബേസ് ചെയ്തിട്ടൊരു വെബിനാർ ഓൾറെഡി കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു പാർട്ടിസിപ്പേഷൻ നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വെബിനാറിൻ്റെ റെക്കോർഡിങ്സ് നമ്മുടെ യൂട്യൂബ് സ്പേസിൽ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഒപ്പം ഈ നോട്ടിഫിക്കേഷൻ വന്നത് ഇപ്പോൾ അറിഞ്ഞിട്ട് കുറേ പേര് ഇനി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർ കാണും. അപ്പോൾ അവർക്ക് വേണ്ടി നമ്മളൊരു ഫ്രീ ആയിട്ട് ഒരു ഇൻട്രാക്റ്റീവ് ആയിട്ടൊരു ലൈവ് വെബിനാർ കണ്ടക്ട് ചെയ്യുകയാണ്. നമ്മൾ ഈ എക്സാമിനെ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്, സിലബസിലെ സബ്ജക്റ്റുകളൊക്കെ നമ്മളൊരു ഏത് ഓർഡറിലാണ് പഠിക്കേണ്ടത്, എത്രത്തോളം നമ്മൾ സിലബസിലെ സബ്ജക്ട്സുകൾ ഡെപ്തിൽ പോകണം, PSCയുടെ പുതിയ ചോദ്യ പാറ്റേണെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഏത് തരം MCQs ആണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള എല്ലാ ഡൗട്ട്സുകളും നിങ്ങൾക്ക് നമ്മളവിടെ നമ്മുടെ ഫാക്കൽറ്റി എക്സ്പേർട്സ് അവിടെ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഇപ്പോൾ വെൽ പ്ലാൻഡോടെ ഈ ഒരു എക്സാമിന് നിങ്ങൾ പഠിച്ചു തുടങ്ങുക. ഈ ഒരു ഡ്രീം ജോബ് ആസ്പെർ ചെയ്യുന്ന എല്ലാവർക്കും ഏണസ്റ്റ് അക്കാഡമിയുടെ പേര് ഓൾ ദ ബെസ്റ്റ് അറിയിക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഏണസ്റ്റ് അക്കാഡമിയിൽ ഈ കോഴ്സിനെ ബേസ് ചെയ്തിട്ട് ഇൻറ്റൻസീവ് ഓൺലൈൻ കോച്ചിങ് നമ്മൾ ആരംഭിക്കുകയാണ്. സിലബസിലെ സബ്ജക്റ്റുകളെല്ലാം തന്നെ നമ്മൾ ബേസ് മുതൽ ഡെപ്ത് വരെ നന്നായിട്ട് കവർ ചെയ്യുന്നതിനൊപ്പം തന്നെ ധാരാളം മോക്ക് ടെസ്റ്റുകളും പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻസും ഒക്കെ അടങ്ങുന്ന ഒരു കോഴ്സാണ് നമ്മുടേത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും നൽകാൻ നമുക്ക് മെൻറ്റേഴ്സും വാട്സപ്പ് ഗ്രൂപ്പും അവൈലബിൾ ആണ്. ഇപ്പോൾ കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് വിവിധ ടെക്നിക്കൽ സ്ട്രീമുകളിൽ ITI, ഡിപ്ലോമ, BTech, MTech പൂർത്തിയാക്കിയവർക്ക് PSC നടത്തി വന്ന കുറേ അധികം കോഴ്സുകൾ
നമ്മൾ ഇവിടെ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ അതിൻ്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തപ്പോൾ വലിയൊരു വിജയമാണ് നമുക്ക് നേടാൻ സാധിച്ചത്. റാങ്ക് ലിസ്റ്റിൻ്റെ നല്ലൊരു ശതമാനം സ്റ്റുഡൻസ് NS അക്കാഡമിയിൽ നിന്ന് പഠിച്ചവരായിരുന്നു. ഒപ്പം ആ റാങ്കുകളിലൊക്കെ തന്നെ ടോപ്പ് ഇടങ്ങളിൽ നമുക്ക് ഇടം പിടിക്കാൻ പറ്റി. ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് സ്ട്രീമുകളുടെ റാങ്ക് ലിസ്റ്റിൽ 100-120 പേരുടെയൊക്കെ പ്രോഗ്രാമറിൻ്റെയൊക്കെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചപ്പം ഫസ്റ്റ് റാങ്ക്, തേർഡ് റാങ്ക്, ഫോർത്ത്, ഫിഫ്ത്ത്, ഒപ്പം തന്നെ ആ റാങ്ക് ലിസ്റ്റിൻ്റെ 100 പേരുടെ റാങ്ക് ലിസ്റ്റിൽ 35ഓളം ഉദ്യോഗാർത്ഥികൾ NS അക്കാഡമിയുടെ ആയിരുന്നു. അതേപോലെ തന്നെ മെക്കാനിക്കലിൻ്റെ പോളിലെക്സോ മെക്കാനിക്കൽ, വാട്ടർ അതോറിറ്റി, അതിൻ്റെയൊക്കെ ടോപ്പ് റാങ്കുകൾ നമുക്ക് നേടാൻ സാധിച്ചു. വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, AMVയിൽ ഏകദേശം ഒരു 62ഓളം സ്റ്റുഡൻസ് നമ്മുടെ അക്കാഡമിയിൽ നിന്ന് പഠിച്ചവരായിരുന്നു. അപ്പോൾ ഈ ടോപ്പേഴ്സിൻ്റെയൊക്കെ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത് കഴിഞ്ഞ 5 വർഷക്കാലമായി നമ്മൾ നടത്തി വന്ന കോഴ്സുകളിൽ പലതിലും ടോപ്പ് റാങ്കിൽ നേടിയ ഉദ്യോഗാർത്ഥികളുടെ മാത്രം ഫോട്ടോസാണ്. അപ്പോൾ ഇവരുടെ എല്ലാം തന്നെ നമ്മൾ ടെസ്റ്റിമോണി വീഡിയോസും സ്റ്റഡി സ്ട്രാറ്റജീസും എല്ലാം നമ്മുടെ യൂട്യൂബ് സ്പേസിൽ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് ചില ആളുകളൊക്കെ ജോലിക്കൊപ്പം തയ്യാറെടുത്തവരാണ്. ചിലരൊക്കെ ആദ്യം PSC എക്സാമിൻ്റെ അറ്റംപ്റ്റിൽ തന്നെ ഡിഗ്രി പൂർത്തിയാക്കിയിട്ട് അവർ ക്രാക്ക് ചെയ്തവരാണ്. മുഹമ്മദ് ഷമീം അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ വാട്ടർ അതോറിറ്റിയിൽ ഫസ്റ്റ് റാങ്ക് നേടുകയുണ്ടായി. അതേപോലെ തന്നെ പോളി ലെക്ചറിൽ അദ്ദേഹം ടോപ്പ് റാങ്ക് നേടി. അതേപോലെ പോളി ലെക്ചർ CSEയിൽ 4th റാങ്ക് നേടിയ തുളസി. ഒരു 7-8ഓളം എക്സാമുകളിൽ നിരന്തരമായി ഫസ്റ്റും സെക്കൻഡും റാങ്ക് നേടിയ കമ്പ്യൂട്ടർ സയൻസ് സ്ട്രീമിൽ നമ്മുടെ സ്റ്റുഡൻ്റ് ആയിരുന്നു അമൽ വിൽസൺ. അതേപോലെ തന്നെ നമുക്ക് ഈയിടെ പബ്ലിഷ് ചെയ്ത കുറേ അധികം ലിസ്റ്റുകളിൽ കൺസിസ്റ്റൻ്റ് പെർഫോമറായിരുന്നു അർഫാത്ത്. അപ്പോൾ ഇവരുടെ എല്ലാം തന്നെ വീഡിയോസ്, സ്റ്റഡി സ്ട്രാറ്റജി, ഇവരെ NS അക്കാഡമിയുടെ കോച്ചിങ് എത്രത്തോളം അവരുടെ പ്രിപ്പറേഷന് ഹെൽപ്പ് ചെയ്തു, ഇവർ പ്രിപ്പയർ ചെയ്തപ്പോൾ ഇവരുടെ മൈൻഡ് സെറ്റ് എന്തായിരുന്നു, ഇവർ ഏത് രീതിയിലായിരുന്നു ടൈം മാനേജ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്ന സ്റ്റഡി സ്ട്രാറ്റജി വീഡിയോസൊക്കെ നമ്മുടെ യൂട്യൂബ് സ്പേസിൽ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം തുടക്കക്കാർക്ക് അതൊരു വലിയ പ്രചോദനമാവും. നിങ്ങൾ ആ വീഡിയോസൊക്കെ ഒന്ന് കാണുക. അപ്പോൾ ഒരു കാര്യം ഞാൻ ഒന്ന് ഓർമ്മിപ്പിച്ചോട്ടെ, നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്ന ഫ്രീ വെബിനാർ അതിൽ ജോയിൻ ചെയ്യാനും നമ്മുടെ കോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള എൻക്വയറീസ് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ കാണുന്ന ഗൂഗിൾ ഫോം നിങ്ങൾക്ക് ഫില്ല് ചെയ്യാവുന്നതാണ്. ഒപ്പം ഈ എക്സാമിന് തയ്യാറെടുക്കുന്നവർക്കായിട്ടുള്ള ജോബ് അപ്ഡേറ്റ്സ്, പിന്നെ ക്ലാസ്സസ്, ഇതെല്ലാം നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബ് സ്പേസ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ പ്രിപ്പറേഷൻസിന് ഓൾ ദ ബെസ്റ്റ്. താങ്ക്സ്.